ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മനെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് സുകന്യ. കാര്യം കല്യാണത്തിന് പോയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകാൻ നാണക്കേടുണ്ടോയെന്ന് ധർമ്മം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനല്ലേ ധർമ്മേട്ടനെ ഞാൻ വിവാഹം കഴിച്ചത്, അത് നാണക്കേടുണ്ടായിട്ടാണോ? ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഒന്നും കൊണ്ട് നടക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ അവിടെ അടിച്ചൊതുക്കി വെക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സുകന്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാട്ടോ. നോക്കുമ്പോൾ ഉദയഭാനുവാണ്. അയ്യോ, ഉദയഭാനു സാറും ആണല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ പറയും ധർമ്മേണ്ട, ഇന്ന് കല്യാണത്തിന് ഞാൻ പോയില്ലേ, എൻ്റെ കൂട്ടുകാരി എന്നെ ഫോണിൽ വിളിക്കുകയാണ്, ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ, ഒന്ന് പുറത്തേക്ക് പോട്ടെ എന്നും പറഞ്ഞു പുറത്തേക്ക് പോയി നിന്നിട്ട് ധർമ്മം കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ പുറത്തോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് വെളിയിലേക്ക് ഫോണും കൊണ്ട് പോവാണ്. അപ്പോൾ തന്നെ ഉദയഭാനു സാർ എന്താ വിളിച്ചത്? അല്ല മോള് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണോ? അതെ, ഉറപ്പാണ്, വാക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്ക് സമ്മതമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒന്ന് വാ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ, ഉദയഭാനു സാറിൻ്റെ വീട്ടിലേക്ക്. അത് വേണ്ട, ഞാൻ പറയാം ഒരു സ്ഥലം, അവിടേക്ക് വന്നാൽ മതി. അങ്ങനെ ഉദയഭാനു ലൊക്കേഷനൊക്കെ ഫോണിൽ അയച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അന്ന് രാത്രി വീണ്ടും സുകന്യ ഇങ്ങനെ കിടന്നുറങ്ങണം. പിറ്റേ ദിവസം രാവിലെ തന്നെ സുകന്യ ഉദയഭാനു പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ശ്രീകലയുണ്ട്, ഉദയഭാനുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ സുകന്യയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, എനിക്ക് സാറിൻ്റെ ബിസിനസ്സിൽ പങ്കെടുക്കാൻ ചേരണം, എന്നിട്ട് എൻ്റെ ധർമ്മേട്ടനെ നല്ല നിലയിൽ എത്തിക്കണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മോളെ, സിംഗപ്പൂരിലൊക്കെ പോകണമെങ്കിൽ അവിടെയാണ് എൻ്റെ മെയിൻ ബിസിനസ് ഇരിക്കുന്നത്, അവിടുത്തെ ഒരു ലൈസൻസ് നീ എടുക്കേണ്ടി വരും. ലൈസൻസോ? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ, ഇപ്പോൾ തന്നെ അത് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പരിചയത്തിൽ ഒരാളുടെ ഇപ്പോൾ ഒരു ലൈസൻസ് ഉണ്ട് അയാൾക്ക്. അയാൾ മിക്കവാറും അത് ക്യാൻസൽ ചെയ്യണ കോളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ മോക്ക് വാങ്ങിത്തരാം. എന്നാൽ പിന്നെ എനിക്ക് വാങ്ങി തന്നൂടെ? വാങ്ങിത്തരാം, പക്ഷേ നടക്കുന്ന കാര്യമാണെന്ന് അറിയില്ല. അപ്പോഴാണ്, ശ്രീകല, അതേ ഉദയേട്ടാ, എന്തിനാ മടിക്കുന്നത്? മറ്റേ കൊറിയക്കാരനില്ലേ, അയാളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടല്ലോ, നമുക്ക് അതിങ്ങോട്ട് വാങ്ങി നമുക്ക് കൊടുത്താലോ നമ്മുടെ സുകന്യയ്ക്ക്? അത് ശരിയാവോടി? ശരിയാവും, സുകന്യ നമുക്കിതിലേക്ക് കൊണ്ടുവരണം, അതുകൊണ്ട് അതങ്ങ് ശരിയാക്കി കൊടുക്കുക ഉദയേട്ടാന്ന് പറയാം കേട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, വേറൊരാളിൽ നിന്ന് നമ്മളത് മറിച്ചെടുക്കുമ്പോൾ അതിന് കുറച്ച് കാശ് ചിലവൊക്കെ ഉണ്ട്. എത്ര രൂപയാവും? അതിപ്പോൾ കോടികൾ കൊടുക്കാൻ പോലും ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ ഓരോ അമേരിക്കൻ ലൈസൻസും ഒക്കെ നേടാൻ വേണ്ടിയിട്ടേ, അപ്പോൾ തന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇതുപോലെ ഒരാളുടെ ഇത് കിട്ടുക എന്നുള്ളത്. എന്നാലും എത്ര രൂപയാവും സാർ? അതൊരു 10 ലക്ഷം രൂപ മുടക്കാമോ? വളരെ കുറഞ്ഞ തുകയാണ്. 10 ലക്ഷം രൂപ കുറഞ്ഞ തുകയോ? അല്ലേ? എന്താ സുകന്യയ്ക്ക് പറ്റില്ലേ? ആലോചിച്ച് നോക്കൂ, 10 ലക്ഷം രൂപ നമുക്ക് കൊടുത്താൽ അത് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ലൈസൻസ് ആക്കി മാറ്റാം. അതുകൊണ്ടാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ സുകന്യയ്ക്ക് സിംഗപ്പൂരൊക്കെ പോവാം, എൻ്റെ കൂടെ പല ബിസിനസ്സിലും പങ്കെടുക്കാം, എല്ലാത്തിലും ലാഭം ഒക്കെ തുടങ്ങാമല്ലോ നമുക്ക് അതിനെക്കുറിച്ച്. ആണോ? 10 ലക്ഷം രൂപ ഞാനിപ്പോൾ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? അതാ പ്രശ്നം. 10 ലക്ഷം രൂപ വേണം എങ്കിലേ അങ്ങനെ അത്രയും കുറഞ്ഞ പൈസയെങ്കിലും കൊടുത്തേ പറ്റൂ. മോളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ധർമ്മനെ നമുക്ക് നല്ലൊരു ബിസിനസ്സുകാരനാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് സുകന്യ അതിലേക്ക് മയങ്ങി വീണിട്ട് പറയുന്നുണ്ട്, അതെ ഉദയഭാനു സാറ്, ഞാൻ എങ്ങനെയെങ്കിലും 10 ലക്ഷം രൂപ മറിച്ച് തരാം കേട്ടോ. എനിക്ക് ആ ലൈസൻസ് ശരിയാക്കി തരണം. അത് കേൾക്കണതും നമ്മൾ ശ്രീകലയുടെ മോഹം അങ്ങ് തെളിഞ്ഞിട്ട് ഉദയഭാനുവിൻ്റെ ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ്. കാരണം 10 ലക്ഷം രൂപ ബാളിന് കൊടുക്കാൻ ഏറ്റില്ലേ, അത് ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും ഊറ്റിയെടുക്കാമല്ലോ. അതോടുകൂടി ഇത് റെഡിയായി കഴിഞ്ഞാൽ അറിയാമല്ലോ, നല്ല കൊമ്പത്ത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉദയഭാനു. പെട്ടെന്ന് സുകന്യ അവിടെ നിന്നും കൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ. ധർമ്മൻ വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയൊരു ബിസിനസ് മാനായിട്ട് കാറിൽ വന്നിറങ്ങണതും അയാളുടെ ഭാര്യയായ സുകന്യയെ കൈ പിടിച്ച് എല്ലാവരുടെ മുന്നിലും വലിയ ഗമയോടെ കൊണ്ട് നടക്കുന്നതൊക്കെ സുകന്യ സ്വപ്നത്തിൽ അവിടെ നിന്ന് കാണുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ഉദയഭാനുവിനോട് പറയുന്നുണ്ട്, ഞാൻ എത്രയും വേഗം 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാം സാർ, ആ ലൈസൻസ് എനിക്ക് ശരിയാക്കി തരാം. അങ്ങനെ അതൊക്കെ ഏറ്റിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി ആകാശ് ആകെ കലിപ്പിലാണ്. ആകാശിൻ്റെ വിഷമം കണ്ടിട്ട് മീനാക്ഷി അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ ആകാശ പ്രശ്നം? എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കില്ലേ? ലൈസൻസിൻ്റെ കാര്യമാണോ? അത് നടക്കില്ലെന്ന് പലതവണ ഞാൻ പറഞ്ഞില്ലേ ആകാശ്. മീനു, ലൈസൻസിൻ്റെ വിഷയമല്ല, നീ ഒരു കാര്യം ഓർത്തോ, ഞാൻ ഇതിപ്പം ശരിയായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം, എൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെടും. അച്ഛനോടുള്ള വാശിക്ക് അച്ഛൻ പലപ്പോഴും എന്നെ എല്ലാവരുടെ മുന്നിലും കളിയാക്കുന്ന നീ കാണാറില്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉയരണം എന്നും പറഞ്ഞാണ് ഞാൻ ആ കട തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ആ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു, എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിൻ്റെ അച്ഛൻ അങ്കിള് തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അഭിമാനം കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നിനക്കും അതൊരു ബുദ്ധിമുട്ടാവൂലെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയില്ല. പിന്നെ ആകാശ് എന്ത് ചെയ്തു? അത് ഞാൻ
പുറത്തുനിന്ന് പലിശയ്ക്ക് വാങ്ങിയോ? അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ എത്ര രൂപയുണ്ട്? എത്ര രൂപ എന്നുള്ളതല്ല ഇപ്പോൾ പ്രശ്നം. അന്ന് അഡ്വാൻസ് കൊടുത്ത സമയത്ത് അയാൾ പറഞ്ഞിരുന്നു 3 മാസത്തിനകം എഗ്രിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ അഡ്വാൻസ് പൈസ തിരിച്ചു തരില്ല എന്ന്. ഇതിപ്പോൾ ലൈസൻസും ഒന്നും ശരിയായില്ല. അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസയും പോവും, പലിശയും കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ആകെ പെട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നമ്മുടെ മീനാക്ഷി ആകെ തകർന്നു പോയി. മീനാക്ഷി പറഞ്ഞിട്ട്, എന്നാലും ആകാശം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വാക്ക് എന്നോട് പറയണ്ടേ? ഈ പലിശയ്ക്കൊക്കെ വാങ്ങേണ്ട കാര്യമുണ്ട്. പറ്റിപ്പോയി, എൻ്റെ അഭിമാനം കാക്കണ്ടേ? അല്ല അച്ഛൻ്റെ മുമ്പിൽ എത്ര കാലമൊന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ നാണം കെട്ട് നിൽക്കുക എന്നും പറഞ്ഞ് മീനാക്ഷി ഉടനെ പറയാം, ഒരു കാര്യം അയാൾക്കുള്ള പൈസ ഞാൻ തരാം, നീ അതുകൊണ്ട് കൊടുക്കുക. എന്നാലും ലൈസൻസ് ശരിയാവില്ലല്ലേ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി എടുത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണ്ട കേട്ടോ. മീനാക്ഷി ആകെ ധർമ്മസങ്കടത്തിലായി. ഇത്രയും രൂപ പലിശയും കൊടുത്തും ജോലിയും കൂലിയില്ലാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്ത പൈസയും ഇനിയിപ്പോൾ പോകുമല്ലോ, അതും അയാൾ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ വിഷമത്തിലാണ്. അന്ന് രാത്രി സുകന്യ ഭയങ്കര ടെൻഷനിലാട്ടോ. 10 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഒപ്പിക്കും ഈശ്വരാ? നാളെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ആലോചിച്ച് നടക്കാണ്. ഉറക്കമില്ല. ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് സുകന്യൻ്റെ കൈ തട്ടി അവിടെ താഴേക്ക് എന്ത് വീഴാണ് കേട്ടോ. ആ സമയത്ത് ധർമ്മൻ ഉറക്കം എണീക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കണം, അതെ ധർമ്മേട്ടാ, എന്താ? അല്ല സുകന്യ, നീ എന്താ ഉറങ്ങാത്തത്? അതല്ല, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വെള്ളം കുടിച്ചല്ലോ, പിന്നെ വന്ന് കിടന്നുകൂടെ? നീ പിന്നെ ഇങ്ങനെ നടക്കുന്നതിനാ? ഒന്നുമില്ല. സുകന്യ വന്ന് ദേഷ്യത്തോടെ വന്ന് അടുത്ത് കിടന്നിട്ട് ആലോചിക്കുകയാണ്, ഇയാളെ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് മാനാക്കി നല്ലൊരു നിലയിലെത്തിക്കണം. ഈ ഗോമതി സ്റ്റോറിൽ നക്കാപ്പിച്ചയിൽ നിന്നും നല്ല നിലയിലെത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഈ മണുകുണാപ്പിന് ഇത് വല്ലത് മനസ്സിലാവണുണ്ടോ എന്നും പറഞ്ഞു ദേഷ്യം പിടിച്ച് സുകന്യ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ധർമ്മനിങ്ങനെ പുറത്തിരിക്കുകയാണ്. ഗെയിമോ റീൽസോ എന്തൊക്കെയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സുകന്യ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ആഭരണങ്ങൾ ഇരിപ്പുണ്ടല്ലോ, അത് പണയം വെച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 ലക്ഷം രൂപ കൊടുക്കാം. ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ അത് എടുക്കണമെങ്കിൽ അലമാര തുറക്കണം. അപ്പോൾ അലമാര തുറക്കുന്ന സൗണ്ടെങ്ങാനും ധർമ്മൻ ചെയ്ത് കഴിഞ്ഞാലേ ധർമ്മൻ അറിഞ്ഞ ആകെ പ്രശ്നം. ധർമ്മൻ ഇവിടുന്ന് ഓടിക്കണം. കാരണം ധർമ്മൻ 2-3 ദിവസത്തേക്ക് ലീവ് എടുത്തോളാനായിട്ട് പറഞ്ഞല്ലോ സുകന്യം കൊണ്ട് കറങ്ങി നടക്കാനൊക്കെ. അത് കാരണം ധർമ്മൻ കടയിൽ പോവാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഓടി വന്നിട്ട് ധർമ്മനോട് പറയാം, ധർമ്മേട്ടാ, നിങ്ങളിവിടെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്താ കടയിൽ പോകാൻ വയ്യേ? ആ പാവം പിടിച്ച ബാലേട്ടൻ ആ കടയിൽ ചെന്ന് ഒറ്റയ്ക്ക് കിടന്നല്ലേ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ സഹായിച്ചുകൂടെ എന്ന് സുകന്യ ചോദിക്കുമ്പോൾ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, എടി ഇത്ര പെട്ടെന്ന് നീ പ്ലേറ്റ് മാറിയോ? നീയല്ലേ പറഞ്ഞു നിൻ്റെ കൂടെ ഇരിക്കണം, നിന്നെ കറങ്ങാനൊക്കെ കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ടല്ലേ ബാലേട്ടൻ എനിക്ക് ലീവ് തന്ന് വീട്ടിലിരുത്തിയത്. പിന്നെ അങ്ങനെ എത്ര ദിവസം ഒന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും? ഒരു കാര്യം ചെയ്യാം, ധർമ്മേട്ടൻ തിരിച്ചു പോക്കോ, എനിക്ക് കറങ്ങിയതൊക്കെ മതി. ഞാനേ ഗോമതി ചേച്ചി വിളിക്കട്ടെ, ഗോമതി ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഗോമതി എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പ്രശ്നം? ആ ബാലേട്ടൻ കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഈ ധർമ്മേട്ടൻ ദേ ഇവിടെ റീൽസ് നോക്കിയിരിക്കുന്നു. ജോലിക്ക് പൊക്കൂടെ ഞാൻ ചോദിച്ചു. എന്താ ധർമ്മ? അതല്ല ചേച്ചി, എന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ലീവ് എടുത്തത്. ഇപ്പോൾ ഈ സുകന്യ ഇങ്ങനെ മാറ്റി പറഞ്ഞാലോ? അതൊക്കെ ഞാൻ അങ്ങനെ പറയും. ഈ ധർമ്മേട്ടനെ എൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നാൽ ജോലിയും കുലിയാൻ നടന്നാൽ മതിയോ? ജോലിക്ക് പോകേണ്ട ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? കുറച്ച് സ്ട്രിക്റ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കില്ലേ എന്ന്. അപ്പോൾ തന്നെ മിത്രയ്ക്ക് അങ്ങ് ചിരി വന്നു കേട്ടോ. അങ്ങനെ ധർമ്മൻ അവിടുന്ന് മാറുന്ന സമയം കൊണ്ട് സുകന്യ സ്വന്തം ബെഡ്റൂമിൽ പോയിട്ട് ആ ആഭരണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ താക്കോല് കാണുന്നില്ല. അവിടെ മുഴുവനും അരിച്ച് പറക്കി താക്കോലേ കാണുന്നില്ല. ആകെ ദേഷ്യമായി കേട്ടോ സുകന്യയ്ക്ക്. ഇതിപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുമോ എന്നുള്ള സംശയമായി. അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറത്തേക്ക് വന്ന്. ഗോമതിയാണെങ്കിൽ ഫുഡും കാര്യങ്ങളും ഒക്കെ മീനാക്ഷിക്ക് എടുത്തു കൊടുക്കാനാണ് പോവാനായിട്ട്. ആ സമയത്ത് മിത്ര അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മിത്രയാണെങ്കിൽ സ്വന്തം മുറിയൊക്കെ അടിച്ച് വാരി വന്നിട്ട് നിൽക്കുകയാണ്. ചൂലുമൊക്കെ കയ്യിലുണ്ട്. അത് കാണുമ്പോൾ തന്നെ മീനാക്ഷി കളിയാക്കാണ്, എന്താടി ഇത് ചൂലൊക്കെ ആയിട്ട്? അതെ ചേച്ചി, ഞാനേ ഇവിടെ വൃത്തിയാക്കുമായിരുന്നു പറയാം മുറി. അതും കേട്ടുണ്ട് സുകന്യ അങ്ങോട്ട് ചോദിക്കണ്ട്, മുറി വൃത്തിയാക്കുമായിരുന്നോ? ആര്? മിത്രയോ? അതെ ഞാൻ. അത് ശരി, എന്നവനെ ഇങ്ങോട്ട് എടുക്ക്. എന്തെടുക്കാൻ? എൻ്റെ മുറിയിലെ താക്കോല്. നിങ്ങളുടെ മുറിയിലെ താക്കോല് ഞാനെന്തിനാ എടുക്കണേ? എൻ്റെ മുറിയിലെ അലമാരയുടെ താക്കോല് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നീ അല്ലേ അവിടെ ക്ലീൻ ചെയ്തത്? അപ്പോൾ നീ തന്നെ അത് എടുത്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് എടുക്ക്. അയ്യോ, ഞാൻ
ഒന്നും എടുത്തിട്ടില്ല, നിങ്ങളുടെ റൂമിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടുമില്ല. ദേ എന്നെ പറ്റിക്കാന്ന് നിങ്ങൾ ആരും നോക്കണ്ട, പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം തന്നെ പെട്ടെന്ന് മീനാക്ഷിയും ഗോമതിയും കൂടെ പറയുന്നുണ്ട്, എന്തിനാ അവളോട് ഇങ്ങനെ വഴക്ക് പറയുന്നത്? സുകന്യയുടെ സാധനം എടുത്തിട്ടില്ലെന്നല്ലേ പറയുന്നത്? ആര് പറഞ്ഞു? നിങ്ങളാരും അത് എടുത്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ എൻ്റെ അടുത്ത് ഈ കള്ളക്കളിയൊന്നും കാണിക്കില്ലേ. ഞാൻ എവിടെ വെച്ചിരുന്ന താക്കോൽ എന്താ പറന്നു പോയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം പിടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിത്രയ്ക്കാണെങ്കിൽ ആകെ കലിയായി. മിത്ര പറയാം, ഇവരോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ സംസാരിച്ചാൽ കൂടി പോവും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇരിക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, സുകന്യ ചേച്ചിയുടെ അലമാരയുടെ താക്കോല് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇത്രേ പറയേണ്ട കാര്യം എന്താ? അവളല്ലേ ക്ലീൻ ചെയ്തത്, അപ്പോൾ പിന്നെ അത് അവിടെ ഇരുന്നത് അവളായിരിക്കും എടുത്തത്. അങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മിത്രയുടെ റൂമല്ലേ ക്ലീൻ ചെയ്തത്, അതിന് ചേച്ചിയുടെ റൂമല്ലല്ലോ എന്ന് പറയുമ്പം സുകന്യ ചമ്മി നാറി പോവാട്ടോ. എൻ്റെ റൂം അല്ലായിരുന്നോ? ഓ അത് ശരി, അപ്പോൾ എൻ്റെ റൂമൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വയ്യല്ലേ, പിന്നെ അതിനെ പിടിച്ച് അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അവസാനം എനിക്കല്ലെങ്കിലും അറിയാം, നിങ്ങളൊക്കെ നിങ്ങളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ, എൻ്റെതൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് സുകന്യ അങ്ങോട്ട് ചമ്മി നാറി അങ്ങോട്ട് പോവാം. അപ്പം തന്നെ ഗോമതി മീനാക്ഷിയോട് പറയാം, അയ്യോ ഇവൾക്ക് എന്താ പറ്റിയേ, എന്താ കുഴപ്പം? അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർക്ക് ഭ്രാന്താണ്, വട്ടാണെന്നൊക്കെ നമ്മുടെ അവിടെ ഇരുന്ന് മിത്ര പറയാം കേട്ടോ. അപ്പോൾ മിത്രയെ സപ്പോർട്ട് ചെയ്ത മീനാക്ഷിയും സപ്പോർട്ട് ചെയ്ത് പറയാം, അത് ശരിയാ, ഇപ്പോൾ അങ്ങോട്ട് പോയില്ല ഒരു സാധനം, അതിനെന്തോ കുഴപ്പമുണ്ട്, അത് തന്നെ പ്രശ്നമെന്ന് പറയാം. അപ്പോൾ തന്നെ ഗോമതി രണ്ടുപേരും വഴക്ക് പറയണം, അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇതാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.